വെൽക്കം ബാക്ക്. ഡേ 48 സാറ്റർഡേ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ്. വളരെ കൂളായിട്ടാണ് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡ് ഹാൻഡിൽ ചെയ്തത്. കഴിഞ്ഞ രണ്ടാഴ്ച വി സോ എ പവർ മോഡ് ലാലേട്ടൻ. അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഷൻ ആയിരുന്നു ലാലേട്ടൻ ഇന്ന്. പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല, എവിക്ഷന് പോലും നടന്നിട്ടില്ല. കഴിഞ്ഞ വീക്ക്ലി ടാസ്കിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസും ഒരുപാട് Q&A, അതായത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. പിന്നെ മെയിനായിട്ട് ഒരു കുറച്ചും കൂടി ഒരു കളറായിട്ട് തോന്നിയത് അനീഷിൻ്റെയും അക്ബറിൻ്റെയും ആ ഒരു വൈൽഡ് കാർഡ് കൊടുത്ത 7ൻ്റെ പണി, അതിന് വേണ്ടി നടന്നൊരു ടാസ്ക്. അതിലൊരു ക്യൂരിയോസിറ്റി ആരിതാവും. ബട്ട് ടുവേഴ്സ് ദ എൻഡ് രണ്ടാളെ പവറും തിരിച്ചു കിട്ടി. അതായത് വൈൽഡ് കാർഡ് വന്നപ്പോൾ 7ൻ്റെ പണിയായിട്ട് അക്ബറിന് കൊടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൽ 100 days, അതായത് ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദിസ് സീസൺ ക്യാപ്റ്റൻസിയിലോട്ട് നോമിനേഷൻ കിട്ടില്ല. അനീഷിനാണെങ്കിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു പവർ ഉണ്ടായിരുന്നില്ല. സോ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് ലാലേട്ടൻ കൊടുത്തു, ലാലേട്ടനല്ല ബിഗ് ബോസ് കൊടുത്തു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 വീഡിയോസ് വിത്ത് പിക്ചേഴ്സ് അത് കാണിക്കും. അത് കറക്റ്റ് ഓർഡറിൽ സോർട്ട് ചെയ്തിടുക. അതിൽ ജയിച്ചത് അക്ബറാണ്. അക്ബർ 4 കറക്റ്റാക്കി, അനീഷ് 2 കറക്റ്റാക്കി. സോ അക്ബർ ആ ഒരു പവർ തിരിച്ചു കിട്ടിയിരിക്കുന്നു. പവറല്ല, ക്യാപ്റ്റൻസിയിലോട്ട് കളിക്കാനുള്ള ഒരു ഇത് ക്വാളിഫൈഡ് ആണ് ഇപ്പോൾ അക്ബർ. നെക്സ്റ്റ് വീക്കിലോ ഇനി കമ്മിങ് വീക്സിലോ വി ക്യാൻ സി അക്ബർ ആസ് എ ക്യാപ്റ്റൻ കളിച്ച് ജയിച്ചാൽ മാത്രം. പിന്നെ വെണ്ണോ അത് കഴിഞ്ഞ് പിന്നെ Q&A സെക്ഷൻ ഒരുപാട് എന്താണ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നോളേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ അടുത്തും ചോദ്യങ്ങളുണ്ടായിരുന്നു. അവരവരേതായിട്ടുള്ള ആൻസർ പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ ആൻസർ പറഞ്ഞത് അനീഷായിരുന്നു. അനീഷിൻ്റെ പവർ, അതായത് ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള എവിക്ഷനിലോട്ടുള്ള നോമിനേഷനുള്ള പവർ തിരിച്ച് അനീഷിനും കിട്ടി. സോ അക്ബർ അനീഷ് കിട്ടിയ 7ൻ്റെ 2 പണികളും റിമൂവ്ഡ്. വേറെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാബുമോനൊക്കെ പോലത്തെ ഒരു ആളെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് കയറ്റി വിടുമ്പോൾ എന്ത് ഇൻ്റർവ്യൂ ആണ് ബിഗ് ബോസ് മാനേജ്മെന്റ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഹീ ഈസ് നോട്ട് എലിജിബിൾ ഫോർ ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല സാബുമോൻ. ഹീസ് എ ഫണ്ണി ഗായ്, ഹീസ് എ വെരി ഓപ്പൺ മൈൻഡഡ് ഗായ്, നല്ല കൂൾ ഹാപ്പി ആണ്. ബട്ട് ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല സാബുമാൻ. എന്തിന് മൂപ്പറാളെ സെലക്ട് ചെയ്തു? വൈ സാബുമാൻ എന്നൊരു ചോദ്യം ഡയറക്റ്റ് ആസ്കിങ് ടു ബിഗ് ബോസ് മാനേജ്മെന്റ്. രണ്ടാമത് ഇമ്മച്വാരിറ്റി ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അതിൽ തിന്നുന്ന ലൈഫ് ഞാൻ മുന്നോട്ട് പോകും. അതാണ് ആര്യൻ്റെ സ്ട്രാറ്റജി. ലാലേട്ടൻ ഒരു ഇത്രയ്ക്ക് ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു കോണ്ടസ്റ്റന്റ്, ഈവൻ മൂപ്പരെക്കാട്ടും വളരെ ഐ ഡോണ്ട് മെഷർ മെച്യൂരിറ്റി ഓൺ ഏജ്, ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ് റെന ഫാത്തിമ ഹാസ് എ ഗുഡ് മെച്യൂരിറ്റി ദാൻ ആര്യൻ. ആര്യൻ എന്തൊരു ഇമ്മച്യൂറാണ്, എത്ര കാലമായി, ഇപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഇത് പോലുമില്ല. വളരെ ചൈൽഡിഷ് ആയിട്ടുള്ളൊരു പ്ലേ. എന്നാലോ ഗെയിം കളിക്കുന്നുണ്ടോ? അതുമില്ല, വളരെ ഫൂളിഷ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കഴിഞ്ഞ വീക്കിൽ എന്താണ് ടാസ്കിനെ കുറിച്ചിട്ട്, അതായത് 5 സ്റ്റാർ ഹോട്ടലിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് ആയിരുന്നു. ലാലേട്ടൻ അവരുടെ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു. നിങ്ങളിത് ഇങ്ങനെ ചെയ്യേണ്ടതല്ല, ഇങ്ങനെ ചെയ്യണം. അതായത് എല്ലാത്തിനും ഓരോ സൊല്യൂഷൻസ് ലാലേട്ടൻ കൊടുത്തായിരുന്നു. ലൈക്ക് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു ടാസ്ക് തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടിയൊക്കെ മാറ്റി നിർത്തി ഒരുപാട് ഹ്യൂമർ, വളരെ ഫണ്ണ് രീതിയിലോട്ട് കൊണ്ടുപോകും എന്ന് വിചാരിച്ചു. ബട്ട് നിങ്ങൾ ആരും അത് ചെയ്തില്ല. നിങ്ങൾ പിന്നെ അടി തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന് ഒറ്റ സൊല്യൂഷൻ അല്ല, ദർ ഹാസ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് വിച്ച് ക്യാൻ മേക്ക് ലൈഫ് മോർ ഈസിയർ ആൻഡ് മോർ ഫണ്ണി എന്നായിരുന്നു ലാലേട്ടന് കൊടുത്ത മെസ്സേജ്. ഈ മെസ്സേജ് കൊടുക്കാൻ ലാലേട്ടൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് കൊടുക്കുന്നുണ്ട്. ബട്ട് അതൊന്നും ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 കോണ്ടസ്റ്റൻസിന്റെ തലേൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല. അവരാകെ കൂടിയിട്ട് അടി കൂടുക, ചുമ്മാ അവർക്കറിയാം എന്താണ് വേണ്ടിയത്. ചുമ്മാ അടി കൂടുക, വഴക്ക് പറയുക, അനാവശ്യമായിട്ടുള്ള എന്താണ് ടോപ്പിക്സ് കിട്ടി കൊണ്ടുവരിക, എന്നിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക, അതിനെക്കുറിച്ചിട്ട് വലിയൊരു വിഷയമാക്കുക. എന്തൊക്കെയാണ് ഈ ഒരു സീസണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഈ ബിഗ് ബോസ് സീസണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഐ ഡോണ്ട് നോ. ആദ്യം പുതപ്പിൻ്റെ അടിയിൽ അനുമോള് വന്നിട്ട് ഒരു ബാക്ക്വേർഡ് മൈൻഡ് സെറ്റ്. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് നൂറ ആദില കേസ്, ലക്ഷ്മിയുടെ കേസ്, അത് കഴിഞ്ഞ് ഇപ്പോൾ ഷാനവാസ് നെവിൻ്റെ കേസ്. എല്ലാവരും ഭയങ്കര എന്താണ് പ്രോഗ്രസീവ് മൈൻഡ്, ഫോർവേഡ് ചിന്താഗതി എന്നൊക്കെ പറയുമ്പോഴും ആ
ഉള്ളിലുള്ള ബിഗ് ബോസ് ഹൗസിലുള്ള സീസൺ 7 ആൾക്കാർ ഒക്കെ ബാക്ക്വേർഡ് തിങ്കിങ്ങിലുള്ള ആൾക്കാരാണ്. ഒരാളും വലിയ പുരോഗതി ചിന്താഗതിയുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈവൻ എവ്രി വൺ ഹാസ് എന്താ പറയുക, ഒരു സ്വന്തമായിട്ട് ഒരു ഗെയിമും ഇല്ല, ഒരു ഹ്യൂമർ ഇല്ല, ഒരു കളർ, ഓരോരോ ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുമ്പോൾ അതിലോട്ടൊരു കളർ എൻ്റർടൈൻമെൻറ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ട്രൈ പോലും ചെയ്യുന്നില്ല. ചുമ്മാ അടി, ബാക്കിയുള്ള ആൾക്കാരെ എങ്ങനെ താഴത്തോട്ട് വരുത്താം, ബാക്കിയുള്ള ആൾക്ക് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ ജലസി ആവുക, അതാണ് ഇത്തവണത്തെ കോണ്ടസ്റ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞു, ലൈക്ക് 7 വീക്ക് കംപ്ലീറ്റഡ്, ഇനി ഒരു 50 മോർ ഡേയ്സ്. എങ്ങനെയെങ്കിലും ഈ ഒരു സീസൺ കഴിയണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ കഴിഞ്ഞൊരു 5 സീസൺ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ ഏഴാമത്തതാണ്. ലൈക്ക് ഐ ഹാവ് നെവർ സീൻ സച്ച് എ ബോറിങ് ആൻഡ് എ പെത്തറ്റിക് സീസൺ ലൈക്ക് ദിസ്. കാരണം ഇമാതിരി എന്താണ് നോ ബ്രെയിനർ ആയിട്ടുള്ള കോണ്ടസ്റ്റൻസ് ആണ് സീസൺ 7. ഒരു ഇതിനും ഒരു ഗുണമില്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഇല്ല. അതായത് ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് നല്ലതിന് വേണ്ടി ചെയ്യുന്നു, അത് അവർ എന്തെങ്കിലും തിരിച്ചെന്തെങ്കിലും കിട്ടും എന്നുള്ള എക്സ്പെക്റ്റേഷനിൽ ചെയ്യുന്ന കുറേ ആൾക്കാർ. നല്ലൊരു വാല്യൂ, നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരാൾ പോലും ഈ ഒരു സീസൺ 7 ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് തന്നെ നെവിൻ്റെ ആറ്റിറ്റ്യൂഡ്, എനിക്കൊന്നും പറയാനില്ല, എന്ത് പറയാനാണ്. കാരണം മൂപ്പരാൾ ആ ഒരു ഷാനവാസ് നെവിൻ്റെ ആ ഒരു ഡിസ്കഷൻ ലാലേട്ടൻ കൊണ്ടുവരാത്തതിനെ കുറിച്ചിട്ട് മൂപ്പരാൾ വളരെ സാഡ് ആൻഡ് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഫോർ വാട്ട്? അത് കഴിഞ്ഞ് ടുവേർഡ്സ് ഒരു എവിക്ഷൻ നടന്നിട്ടില്ല, നാളെ ആയിരിക്കും എവിക്ഷൻ. വിൽ സീ ഹൂ ഗോണ എവിക്റ്റഡ് ഫോർ ദിസ് വീക്ക്. പിന്നെന്താ പറയുക, ടുവേർഡ്സ് ദ എൻഡ് കുത്തിത്തിരിപ്പ്, ബിന്നി അഗെയിൻ ലാലേട്ടനൊക്കെ നിർത്തണം എന്ന് പറഞ്ഞ ആ സെയിം ടോപ്പിക്കിൽ തന്നെ മൂപ്പരാൾ ബിന്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഗെയിമും ഇല്ല, ഒരു എന്താ പറയുക ടാസ്ക് എങ്ങനെ കളിക്കണം എന്ന് അറിയില്ല. മറ്റുള്ള ഓരോ ടോപ്പിക്കിൽ മറ്റുള്ളവരെ ഇതിൽ കയറി ഇങ്ങനെ പിടിച്ചു പോവാം. അല്ലെങ്കിൽ ചുമ്മാ ഇന്ന് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദിസ് എപ്പിസോഡ് ആ നെവിൻ്റെ കൂടെ പോയി ഡിസ്കസ് ചെയ്യേണ്ട വലിയൊരു ആവശ്യമുണ്ടോ? സ്വന്തം കാര്യം നോക്കി നടന്നാൽ മതിയില്ലേ? ഇതാണ്, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഈ കോണ്ടസ്റ്റൻസ് സീസൺ 7 കോണ്ടസ്റ്റൻസ് എനിവേ ദേ ആർ നോട്ട് ഗോയിങ് ടു ഇംപ്രൂവ്. സൺഡേ ഇനി ആരെ എവിക്റ്റ് ആവുമെന്ന് കണ്ടു തന്നെ അറിയാം. വളരെ ബോറിംഗ് ആയിട്ടുള്ള സാറ്റർഡേ വീക്കെൻഡ് എപ്പിസോഡായിരുന്നു, ഒന്നും നടന്നിട്ടില്ല. ലാലേട്ടൻ വന്നു പോയി, ദാറ്റ്സ് ഇറ്റ്. ഞാൻ പോയി വരാം. ശുഭരാത്രി, ഗുഡ് നൈറ്റ്.